യുദ്ധം പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ വോട്ട് ചെയ്യാനെത്തുന്ന പ്രവാസികളുടെ എണ്ണം കുറയുമെന്ന് KMCC. അമിതമായ ടിക്കറ്റ് നിരക്ക് പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്ന് KMCC ജനറൽ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട് പറഞ്ഞു. മലബാറിലെ പല മണ്ഡലങ്ങളിലും പ്രവാസി വോട്ട് നിർണായകമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഹൈ സീസൺ ഫെയർ എന്നതുപോലെ തന്നെ ഫെയർ ഏറ്റവും കൂടുതലൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ എത്തിപ്പെടുക എന്നുള്ളത് വലിയ ഒരു പ്രയാസവും പ്രതിസന്ധിയിലുമാണ്. മലബാറിലെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ഒരു നിർണായക ശക്തിയായി പ്രവാസി സമൂഹമുണ്ട്. അത് കൃത്യമായ കണക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലുണ്ട്. അത് പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരമാവധി എത്തിപ്പെടാറുണ്ട്. അവർക്ക് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ പ്രയാസം. AK അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, വെക്കേഷൻ ടൈം അല്ലെങ്കിൽ പോലും ഇലക്ഷൻ ടൈം നോക്കി കൃത്യമായി വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം, അങ്ങനെ ഒരു രീതി ഉള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. വടകര തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചതാണ്. പക്ഷേ നോക്കിയതിപ്പോൾ വെക്കേഷനുമാണ്, അതുപോലെ വെക്കേഷൻ ടൈമുമാണ്, അതുപോലെ തെരഞ്ഞെടുപ്പ് സമയവുമാണ്. പക്ഷെ പൊള്ളുന്ന ടിക്കറ്റ് നിരക്ക് ഒരു ഘടകമാണ്. ഇനി ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യവുമുണ്ട്. എങ്ങനെ ഇത് പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത്. ഏതാണ്ട് 30 ലക്ഷത്തോളം പ്രവാസികളാണ് കേരളത്തിൽ നിന്നുള്ളത് എന്നാണ് അറിയുന്നത്. അതിൽ ഏതാണ്ട് 80% പ്രവാസികളും ഈ GCC കൺട്രിയിലാണുള്ളത്. അതിൽ തന്നെ ഏതാണ്ട് 60% പ്രവാസികളും ഈ മലബാർ മേഖലയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും 3000 മുതൽ 15,000-ഓളം 25,000-ഓളം വരുന്ന ഈ പ്രവാസി വോട്ടർമാർ പല മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലബാറിലെ പല മണ്ഡലങ്ങൾ, അതായത് കോഴിക്കോട് ജില്ല എടുത്തു നോക്കുകയാണെങ്കിൽ കുറ്റ്യാടി, നാദാപുരം, കൊടുവള്ളി, അതോടൊപ്പം തന്നെ കുന്നമംഗലം തുടങ്ങിയ സ്ഥലങ്ങളും, അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രവാസി വോട്ടുകളുള്ള സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെ നാമമാത്രമായി, അതായത് 10,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് പലതും. അതായത് പ്രവാസികൾ വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി നിൽക്കുമ്പോൾ അത് ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ 60,000 മുതൽ 75,000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. അത് കൊടുത്തു വരാമെന്ന് പറഞ്ഞാൽ പോലും ടിക്കറ്റ് ലഭിക്കാനില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നാട്ടിൽ വന്ന് വോട്ട് ചെയ്ത് തിരികെ പോകുമ്പോൾ അവിടെ അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജോലി നിലവിലുണ്ടാവുമോ എന്നുള്ള സംശയം കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്ത് ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികളിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് എത്താനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രവാസികൾ ഇത്തവണ വോട്ട് ചെയ്യാനായി എത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മധ്യവേനൽ അവധിക്കാലമാണ്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പല പ്രവാസികളും നാട്ടിലേക്ക് വരാറ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടുത്തി പോലെ ഇത്തരത്തിൽ യുദ്ധം വരികയും അവരുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്ത് ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കൂടി ഇത് നൽകിയത്. അപ്പോൾ ഇത്തവണ പ്രവാസികൾക്ക് വോട്ട് ചെയ്യൽ ഇത്തിരി കടുപ്പമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.